ഇപ്പോൾ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മാടായി കോളേജിൽ നിയമനം ലഭിച്ചവരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി 15 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് നിയമനമെന്നാണ് ആരോപണം. അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയിരുന്നതായി ഉദ്യോഗാർത്ഥി നിതീഷ് ടി വി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് നിതീഷ്. എം കെ രാഘവൻ എംപിയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരത്തി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണിത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എം പി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് സർക്കാർ പ്രതിനിധി ഇതിൻ്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മാടായി കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളത്. അവരിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ അധികം കോഴ വാങ്ങിയിട്ടും ആണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്. വിവരങ്ങൾ സുനിൽ ഐസക് നൽകും. സുനിൽ ഐസക്, ഗുരുതരമായ ഒരു ആരോപണമാണ് ആ ഉദ്യോഗാർത്ഥി ഉന്നയിച്ചിരിക്കുന്നത്. പരാതിയുടെ പകർപ്പ് സഹിത മാധ്യമങ്ങൾക്ക് മുൻപാകെ വെക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിലൂടെ എം കെ രാഘവൻ തീർത്തും പ്രതിരോധത്തിലായ അവസ്ഥയിലല്ലേ ശരിക്കും? അജിത് കുഞ്ഞുമോൻ, മാടായി കോളേജിലെ നിയമനങ്ങൾ സുതാര്യമായിരുന്നുവെന്ന എം കെ രാഘവന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ ഉദ്യോഗാർത്ഥി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി കല്യാശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിതീഷ് ടി വിയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ ഇവിടെ നിയമനം ലഭിച്ചിരിക്കുന്ന എം കെ രാഘവന്റെ ബന്ധു എന്നാരോപിക്കപ്പെടുന്ന ധനേഷിൽ നിന്നും ഒപ്പം നിയമനം ലഭിച്ച മറ്റൊരാൾ ഭരത് എന്ന് പറയുന്ന ആളിൽ നിന്നും ഈ 2 ആളുകളിൽ നിന്നായി 15 ലക്ഷം രൂപ വീതം എം കെ രാഘവൻ കോഴ വാങ്ങിയിട്ടുണ്ട്. കോഴ വാങ്ങിയാണ് നിയമനം നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിതീഷ് ഉന്നയിക്കുന്ന ആരോപണം. ഇരുവരിൽ നിന്നും നേരത്തെ തന്നെ 10 ലക്ഷം രൂപ വീതം കോഴ വാങ്ങിയിരുന്നു. അതിനുശേഷം നിയമനം ലഭിച്ചതിന് ശേഷം 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൂടി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ നിതീഷ് ആരോപിക്കുന്നത്. എം കെ രാഘവന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിതീഷിന് ജോലി നൽകണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച പേരുകളിലൊന്ന് നിതീഷിൻ്റെതായിരുന്നു. എന്നാൽ തങ്ങളെ അവിടെ വിളിച്ചു വരുത്തി പറ്റിക്കുകയായിരുന്നുവെന്നും അപമാനിക്കുകയായിരുന്നുവെന്നുമാണ് നിതീഷിന്റെ ആരോപണം. ഈ 2 പേരിൽ നിന്ന്, അതായത് ഈ പണം നൽകിയിട്ടുള്ള 2 പേർ, ധനേഷ് ഒപ്പം ഭരത് ഡി പൊതുവാൾ, ഈ 2 ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ ലോൺ സംബന്ധിച്ച രേഖകളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ ഈ പണം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവ് ലഭിക്കുമെന്നും നിതീഷ് ആരോപിക്കുന്നു. മാത്രമല്ല, അന്ന് ഈ അഭിമുഖം നടന്ന ദിവസം തന്നെ ഈ അഭിമുഖ പാനലിൽ ഉണ്ടായിരുന്ന സർക്കാർ പ്രതിനിധിക്ക് നിതീഷ് രേഖാമൂലം ഈ പരാതി എഴുതി നൽകിയിരുന്നു. എഴുതി നൽകിയ പരാതിയുടെ പകർപ്പും ഇപ്പോൾ നിതീഷ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് രാഘവൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, പൂർണ്ണമായും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 15 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയെന്നാണ് ഇപ്പോൾ നിതീഷ് ഉന്നയിക്കുന്ന ആരോപണം.